Hi friends, welcome back to our channel. Now, we will see this video. We will see mold on soldering and solder lead video. And suppose we mold a frame a 4 piece okay, mold friends, this green sand ratio mix അപ്പോൾ നമ്മൾ അത് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൗഡർ ആവശ്യമുണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് ഒന്ന് വെതറി കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന സാധനം പെട്ടെന്ന് ഊരി വരാൻ വേണ്ടിയാണ്. ഓക്കേ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം വിചാരിച്ചത് രണ്ട് സൈഡും താക്കോലിന്റെ അടിച്ചെടുക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ലെഡ് അത്രയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫ്രെയിമിന്റെ ഒരു സൈഡ് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താക്കോല് അതിന്റെ പൗഡറിന്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇതാക്കി എടുക്കുന്നുള്ളൂ. രണ്ട് സൈഡും താക്കോലിന്റെ രണ്ട് സൈഡും നമ്മൾ ഇതാക്കി അച്ചടിച്ചെടുക്കുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് അടിച്ചുറപ്പിച്ച് കൊടുക്കാം. നമ്മൾ താക്കോല് വെളിയിലെടുക്കുമ്പോൾ ഇത് ഇളകിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒന്ന് അടിച്ചുറപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം അടിച്ചുറപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെളിയിലോട്ട് ഊരിയെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ താക്കോലിൻ്റെ അച്ച് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. താക്കോലിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഉരുക്കിയെടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അതേ ഈ ഒരു നമ്മൾ സോൾഡറിങ് ഒക്കെ യൂസ് ചെയ്യുന്ന ലെഡില്ലേ, വയറൊക്കെ സോൾഡറിങ് യൂസ് ചെയ്യുന്ന ലെഡ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്താ യൂസ് ചെയ്യുന്നത് കാരണം ഇത് പെട്ടെന്ന് ഒരു ചെറിയ ചൂടടിച്ചാൽ മതി, അത് പെട്ടെന്ന് മെൽറ്റായി വരും. അപ്പോൾ നമുക്ക് ഇത് ഉരുക്കിയെടുക്കാനുള്ള പരിപാടി നോക്കാവേ. എടാ നേരെ ഇരിടാ. ഇപ്പോൾ പാത്രം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ലെഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉരുക്കാനുള്ള ലെഡ് ഇട്ട് നമുക്കിത് ഉരുക്കി എടുത്തിട്ട് നമ്മുടെ അച്ചിനകത്ത് ഒഴിച്ചെടുക്കാവേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലെഡ് പെട്ടെന്ന് ഉരുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലെഡ് ഉരുകി കിട്ടും. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ലെഡ് ഉരുകി കിട്ടും. മറ്റേ അടുപ്പാണെങ്കിൽ കുറേ നേരം എടുക്കും, കുറേ ടൈം എടുത്തായിരിക്കും ഇത് ഉരുകുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ടോ ഗ്ലാസ് ഈ നമ്മൾ വെച്ച ഗ്ലാസിൻ്റെ കളറൊക്കെ ഓറഞ്ച് കളറായി. ഇപ്പോൾ ഉരുകിയിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് ഇത് പതുക്കെ നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അത് കയറി കത്തി നമ്മളിതിനകത്ത് പതുക്കെ കയറി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനകത്തോട്ട്, നമ്മുടെ അച്ചിനകത്തോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലെഡ് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണേ. നമ്മുടെ നേരത്തെ നമ്മൾ അച്ചുണ്ടാക്കാൻ വെച്ച താക്കോലിൻ്റെ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 80% മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നിൽപ്പുണ്ട്, അതൊക്കെ നമുക്കൊന്ന് അരം വെച്ചൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഉരുക്കി അച്ചിനകത്ത് ഒഴിച്ചെടുത്തത്. ഏകദേശം ഇതുപോലൊന്നും ഇല്ല, ഒരു 100% എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 80% ആയിട്ടുണ്ട്. ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഈ ഒരു താക്കോല് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. ഒരു 100% കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ വന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 80% എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ താല്പര്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെൽബട്ടൺ കൂടെ എടുത്ത് നോക്കുക. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ അപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത്. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.